കത്തോലിക്ക സഭയിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ഇന്ന് തുടങ്ങുന്നതോടെ ആരാണ് പുതിയ മാർപ്പാപ്പ എന്നറിയാനുള്ള ചർച്ചകൾ സജീവമായി. സഭയുടെ ചരിത്രത്തിലെ 266ാമത്തെ മാർപ്പാപ്പയാണ് തെരഞ്ഞെടുക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നാവും പുതിയ പാപ്പ എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്നാവും ഇത്തവണത്തെ പാപ്പയെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ള ഇറ്റലിയിൽ നിന്ന് തന്നെയാവും ഇത്തവണത്തെ മാർപ്പാപ്പ എന്നും മിലാൻ ആർച്ച് ബിഷപ്പ് ആഞ്ചലോ സ്കോളയ്ക്കാണ് സാധ്യത കൂടുതലെന്നും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള മാർപ്പാപ്പമാരിൽ ഏറ്റവും കൂടുതൽ പേരും ഇറ്റലിയിൽ നിന്നായിരുന്നു. ബ്രസീലിലെ സാവോ പോളോ ആർച്ച് ബിഷപ്പ് ഒഡിലോ ഷിറോറും സാധ്യതാ പട്ടികയിലുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾമാർ സമൂഹബലി അർപ്പിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വോട്ടവകാശമുള്ള 115 കർദിനാൾമാരും വത്തിക്കാൻ സെന്റ് പോൾസ് ചാപ്പലിൽ നിന്നും പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിൽ എത്തിച്ചേരും. തുടർന്ന് ചാപ്പൽ കവാടം അടച്ച ശേഷം ആദ്യ വോട്ടെടുപ്പ് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11:30യോടെ ആദ്യഫലം പുറത്തുവരും. ആദ്യഘട്ടത്തിൽ പാപ്പയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വോട്ടെടുപ്പ് തുടരും. 2/3 ഭൂരിപക്ഷം കിട്ടുന്നയാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടും. പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടാൽ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക ഉയരും. തുടർന്ന് ബസിലിക്കയിലെ ബാൽക്കണിയിൽ പുതിയ പാപ്പ പ്രത്യക്ഷപ്പെടും. സിസ്റ്റൈൻ ചാപ്പലിൽ വെളുത്ത പുക ഉയരുന്നതോടെ ആരാണ് പുതിയ മാർപ്പാപ്പ എന്ന് അറിയാൻ കഴിയും. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക് മുമ്പിൽ നിന്നും KKNS ഇന്ത്യ വിഷൻ.